ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് കുറച്ച് കണ്ണുകളൊക്കെ വരച്ച് നോക്കാമെന്ന് വിചാരിച്ച് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയേ. അപ്പോൾ ബിഗിനേഴ്സ് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് എങ്ങനെയാണ് കണ്ണ് വരയ്ക്കണതെന്ന് ഒരു മെത്തേഡ് അല്ലാതെ തന്നെ നമ്മൾ ജസ്റ്റ് നോക്കിയിട്ട് സാധാരണ രീതിയിൽ കണ്ണ് വരത്ത് ഷെയ്ഡ് ചെയ്യണ ഒരു ഇതാണ്, വീഡിയോ ആണ് ഇന്നത്തേത്. ഫോക്കസ് എന്താ പറയുക, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നാല് തരം കണ്ണുകൾ വരയ്ക്കാൻ പറ്റും നമുക്ക്. ഒന്ന് ഒറിജിനൽ ഹൈപ്പർ റിയലിസ്റ്റിക്, പിന്നെ ഒന്ന് ടെമ്പററി സാധാരണ രീതികളിൽ വരയ്ക്കുന്നത്, പിന്നെ ഒന്ന് ആനിമേഷൻ കാർട്ടൂണിലുള്ള കണ്ണുകൾ. നമുക്കിപ്പോൾ സാധാരണ രീതിയിൽ ഒരാൾ ഒരു കണ്ണ് വരയ്ക്കുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ. ഇപ്പോൾ ഫസ്റ്റ് ഡ്രോയിങ് വരുന്നത് സാധാരണ നമ്മൾ കണ്ണ് വരയ്ക്കാൻ തുടങ്ങുന്ന പോലെ തന്നെ ഒരു സർക്കിൾ വരച്ച്, പിന്നെ അത് രണ്ടും മേളിലും താഴെ ടച്ച് ചെയ്യുന്ന പോലെ ഒരു കർവ് വരച്ച് അവിടെ അപ്പുറം ടച്ച് ചെയ്ത്, പിന്നെ ഒരു സൈഡ് മാത്രം ചെറുതായിട്ട് ഡാർക്ക് ചെയ്ത് കൊടുക്കണത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പിരികം വരയ്ക്കും പതുക്കെ. ഇത് നോക്കി നോക്കി ചെയ്യുന്ന കാര്യമുള്ളൂ, വലിയ ഭയങ്കര ഇതായിട്ടുള്ളതൊന്നുമല്ല. നോക്കിയിട്ട് പതുക്കെ ഓരോ സൈഡിങ്ങനെ പതുക്കെ പിരികത്തിൻ്റെ ഇത് വരച്ച് കൊടുക്കുക. പെൻസിൽ കൊണ്ട് വെറുതെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മേലോട്ട് ഇങ്ങനെ ഒരു ആർച്ച് പോലെ ബെൻഡ് ചെയ്ത് വരുത്താൽ മതി. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാനുള്ളത് ബാക്ക് സൈഡ് ഒന്ന് താഴെ ഒന്ന് ചെറുതായിട്ടൊന്ന് പിരികം വരച്ച് ബ്ലെൻഡ് ചെയ്യണം. പിന്നെ ഒരു സർക്കിള്, ചെറിയ സർക്കിള്, പിന്നെ ഒരു ചെറിയൊരു സ്പേസ് വട്ടത്തിൽ, ഒരു മൊത്തം വട്ടമല്ല, ഒരു ചെറിയൊരു സ്പേസ് ഉണ്ടാക്കി അതിന് നടുക്ക് ഒരു സർക്കിൾ വരയ്ക്കുക. ഈ രണ്ട് ഇതിൻ്റെ നടുക്ക് വൈറ്റ് കളറ് വരണം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ആ സർക്കിൾ ഡാർക്കായി കൊടുക്കുക. സർക്കിൾ ഡാർക്കാക്കിയിട്ട് കുറേ ലൈൻസ് വരയ്ക്കുക. 1 2 3 4 5 6. എന്നിട്ട് നമ്മൾ പതുക്കെ സൈഡിൽ നിന്ന് പതുക്കെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. കുറച്ചിടത്തൊക്കെ ഷെയ്ഡ് ചെയ്യുക, കുറച്ച് ഡാർക്കാക്കുക, കുറച്ച് ലൈറ്റാക്കുക. അങ്ങനെ ഇതൊരു സാധാരണ രീതിയിൽ വരയ്ക്കുന്നൊരു മെത്തേഡാണ്. പിന്നെ നമ്മൾ പോർട്രേറ്റ് വരയ്ക്കുമ്പോൾ ഇത്രയും ഷാർപ്പായിട്ടൊന്നും വരയ്ക്കില്ല, ഇത്രയും ഇതായിട്ടൊന്നും വരയ്ക്കില്ല. നമ്മൾ ആ ഒരു ഏകദേശം ആ പുള്ളിയുടെ കറക്റ്റ് മാച്ചിങ് വരുന്ന, അല്ലെങ്കിൽ ആ പുള്ളിയുടെ നോട്ടം എങ്ങനെയാണോ അതേപോലെ നമ്മൾ വരയ്ക്കുള്ളൂ. ഇതിപ്പോൾ സാധാരണ ഒരു റഫായിട്ട് ഒരു സ്കെച്ച് വരച്ചതാണ് കേട്ടോ. പിന്നെ ആ വൈറ്റ് പോർഷൻ നമ്മൾ അവിടെ ഡാർക്ക് ചെയ്യാൻ പാടില്ല. അതിന് ഓപ്പോസിറ്റ് സൈഡ് കുറച്ച് ലൈറ്റ് ചെയ്ത് കൊടുക്കണം, അപ്പോഴേ എടുത്ത് കാണിക്കുള്ളൂ. അതിൻ്റെ ആ വൈറ്റിൻ്റെ അവിടെ കുറച്ച് ഡാർക്കാക്കിയിട്ട് അതിൻ്റെ ചുറ്റും അവിടെ ഇവിടെയൊക്കെ ഡാർക്കാക്കിയിട്ട് ഓപ്പോസിറ്റ് സൈഡ് കുറച്ച് ലൈറ്റാക്കിയാൽ നമുക്ക് എന്താ പറയുക, ഏകദേശം ആ കണ്ണിൻ്റെ ഉള്ളിലുള്ള ഇത് നമുക്ക് കിട്ടും. ഒരു ടെമ്പററി സാധാരണ ഒരാൾ കണ്ണ് വരയ്ക്കുന്ന ഒരിതാണ് കേട്ടോ. ഡാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഇത് എല്ലാവരും ഇങ്ങനെ ജസ്റ്റ് വെറുതെ ഇങ്ങനെ ജസ്റ്റ് ഇരിക്കുമ്പോൾ വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോഴാണ് നമുക്ക് ഏകദേശം അതിനെക്കുറിച്ചുള്ള കുറച്ച് ഐഡിയാസ് കിട്ടുള്ളൂ. ഇത് സെയിം ഇത് തന്നെയാണ് വരച്ചിരിക്കുന്നത്, ആ പറഞ്ഞ മെത്തേഡ് തന്നെ. നമ്മൾ മറ്റേ രണ്ടാമത്തെ സർക്കിൾ മൊത്തമായിട്ട് വരച്ചിട്ടില്ല, ഒരു ചെറിയ ഗ്യാപ്പ് കൊടുത്തിട്ട് പിന്നെ ഡാർക്ക് ചെയ്ത്, പിന്നെ സൈഡ് ഏറ്റവും താഴെ കുറച്ച് ഫെയ്ഡ് ചെയ്ത് ബാക്കിയൊക്കെ ഡാർക്ക് ചെയ്യണം. അത് ഷാർപ്പ് ഐസും കാര്യം ഞാൻ പറഞ്ഞു കേട്ടോ. ഇപ്പം ഞാൻ വരയ്ക്കുന്നത് ഒരു എന്താ പറയുക, സാധാരണ ഒരു അനിമേഷൻ എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഏകദേശം അതുപോലെ ഇരിക്കുന്ന ഒരു പിക്ചറാണ് വരയ്ക്കണത്, കണ്ണാണ് വരയ്ക്കണത്. നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ഒരു അരമുക്കാൽ മണിക്കൂറൊക്കെ നമ്മൾ വെറുതെ ജസ്റ്റ് പെൻസിൽ കൊണ്ട് ഇങ്ങനെ കണ്ണ്, മൂക്ക്, വായ അതൊക്കെ ഇങ്ങനെ ജസ്റ്റ് വെറുതെ ഇരിക്കുമ്പോൾ ഒന്ന് സ്കെച്ച് ചെയ്യണം എന്നാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. കാരണം നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റ് പെട്ടെന്ന് വരും എന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം കുറേ പ്രാവശ്യം നമുക്ക് പണ്ടത്തിലൊക്കെ പറ്റും, പിന്നീട് കുറച്ച് ശ്രദ്ധിച്ചു തുടങ്ങും. എവിടെയാണ് ആ ഒരു കട്ടിങ് വരുന്നത്, എവിടെയാണ് ആ ഒരു
എന്താ പറയുക ഡാർക്ക്നെസ് വരുന്നത്, ഷെയ്ഡ് അവിടെ വരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വലിയ പ്രശ്നമില്ല. നമുക്ക് ഏത് സ്കെച്ച് എടുത്താലും നമുക്ക് വരയ്ക്കാൻ പറ്റുമെന്നാണ് ഞാൻ പറയണത്. ഇതൊരു ഡാർക്ക് കണ്ണാണ്. കണ്ണ് ഇതെല്ലാം ശരിക്കും നേരെ നോക്കുന്ന കണ്ണുകളൊക്കെയാണ്. ഇനി വരയ്ക്കേണ്ടത് ശരിക്കും ശരിക്കും പറഞ്ഞാൽ അടുത്ത ഇനി പറയുമ്പോൾ ഞാൻ സൈഡ് വ്യൂസുകളൊക്കെ വരച്ച് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർ ജസ്റ്റ് വെറുതെ ഒന്ന് നോക്കിയിട്ട് ആ മെത്തേഡ് ഒന്ന് ഫോളോ ചെയ്താൽ മതി. നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരാൾക്ക് പഠിപ്പിച്ചു കൊടുക്കുമ്പോഴാണ് അതിലെന്തെങ്കിലും ശരിയുണ്ടെങ്കിൽ ഓക്കെയാണ്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് പിരിക ഒന്ന് വരയ്ക്കാം. പിരികമായിട്ട് ജസ്റ്റ് വെറുതെ എങ്ങനെയാണ് ശരിക്കും ഞാൻ പിരിക വരയ്ക്കണമെന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊന്നും അല്ല കേട്ടോ. ഇങ്ങനെ ഞാൻ ചുമ്മാ ജസ്റ്റ് വെറുതെ ഷെയ്ഡ് ചെയ്ത് പോകുക എന്നുള്ള, ചിലയിടത്ത് ഡാർക്ക് ചെയ്യും, ചിലത് ലൈറ്റ് ചെയ്യും. പക്ഷേ ഇത് ശരിക്കും മെത്തേഡ്. കാരണം പിരിക അങ്ങാടി ഇങ്ങോട്ടൊക്കെ നിൽക്കണം. എന്നിട്ട് പിന്നെ ബാക്കിൽ നിന്ന് ഒരു ചെറിയ അലൈൻമെൻറ്റ് കൊടുക്കണം. അലൈൻമെൻറ്റ് കൊടുത്തതിനും ശരി ഏകദേശം നമ്മുടെ പിരികത്തിൻ്റെ ഒരു കട്ടിങ് വരും. ഇപ്പോൾ കറക്റ്റ് യഥാർത്ഥ പിരികം കുറച്ച് മേളിൽ പോയി താഴേക്ക് പൊങ്ങി നിൽക്കണം. ഒരേ സിസ്റ്റമാറ്റിക്കായിട്ട് നിൽക്കരുത്. അവിടെയൊക്കെ ചെറുതായിട്ട് പൊങ്ങി താന്നൊക്കെ നിൽക്കുമ്പോഴാണ് മുടിയെടുത്ത് കാണിക്കണം. ഇത് ശരിക്കും പറഞ്ഞാൽ എല്ലാവരും പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ, നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ കുറേ കാര്യങ്ങൾ നമുക്ക് സെൽഫായിട്ട് മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് വലിയ ടെൻഷൻ ഉണ്ടാവില്ല. നമ്മൾ കുറേ വേണ്ടത് മാത്രം നമ്മൾ എടുത്തിട്ട് വേണ്ടാത്തൊക്കെ നമ്മൾ എടുത്ത് കളയും. അതങ്ങനെയാണ്. നമുക്ക് കംഫർട്ടായിട്ടുള്ളത് നമ്മൾ എടുക്കും. എന്നിട്ട് പിന്നെ അധികം ടഫിന് തോന്നണമെങ്കിൽ എടുത്ത് കളഞ്ഞേക്കും നമ്മൾ. ഇതിപ്പോൾ നമ്മൾ ഒരു ആനിമേഷൻ്റെ കണ്ണാണ് വരയ്ക്കണത്. ആനിമേഷനിലുണ്ടാവുന്ന ഒരു വട്ടക്കണ്ണ് റൗണ്ട് ചെയ്ത് വരച്ചിട്ട് ഇത് മൊത്തമായിട്ട് ആനിമേഷനിലെ കുട്ടികൾക്ക് ഉണ്ടാകുന്ന കണ്ണുകളാണ് മെയിനായിട്ട് വരയ്ക്കുന്നത്. ഇപ്പോൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പറയാനുള്ളത്. ഈച്ച് ആൻഡ് എവറി ടൈം നമ്മൾ ഓരോരോ കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുക. ഇതൊരു ഡാർക്ക് ആദ്യം കൊടുക്കുക. പിന്നെ സൈഡ് എഡ്ജ് കുറച്ച് വൈറ്റ് ആക്കണം. ശരിക്കും ആ ലൈറ്റിൻ്റെ റിഫ്ലക്ഷനാണ് ആ കണ്ണിൻ്റെ ഉള്ളിൽ കാണിക്കണത്. അതെടുത്ത് വരുമ്പോഴാണ് ശരിക്കും യഥാർത്ഥ കണ്ണിൻ്റെ ഒരു ഭംഗി, ഇല്ലെങ്കിൽ കണ്ണിൻ്റെ ആ ഒറിജിനാലിറ്റി കയറി വരുന്നത് ശരിക്കും പറഞ്ഞാൽ, അല്ലേ? അവിടെയൊക്കെ കണ്ണിൽ നിന്ന് ഇപ്പോൾ കണ്ണിലേക്ക് വരുന്ന ലൈറ്റിൽ പിടിച്ചു നിർത്തുന്ന ലൈറ്റാണ് നമ്മുടെ കണ്ണ് ഒരു നാച്ചുറൽ ലുക്ക് വരുത്തുന്നത്. ഇതിപ്പോൾ ആനിമേഷൻ്റെ ഒരു കണ്ണാണ്, അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവരും വരച്ച് നോക്കുക. എന്തായാലും വരയ്ക്കണം. കാരണം വരയ്ക്കുന്നതോറുമാണ് നമ്മുടെ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവുള്ളൂ, കുറേ കൂടി ഇതുണ്ടാവുള്ളൂ. പിന്നെ ഇപ്പോൾ ഈ വരയ്ക്കാത്ത ആൾക്കാരാണെങ്കിൽ പോലും ഇടയ്ക്ക് ചെറുതായിട്ട് ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കും. മേ ബി നമുക്ക് കുറേ ടെൻഷൻ ഉണ്ടെങ്കിൽ അത് മാറും. കാരണം കുറേ നേരത്തേക്ക് വേറൊരു ഫോക്കസിങ്ങിലേക്കാണ് നമ്മൾ പോണത്. പിന്നെ വരച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ കുറച്ചുകൂടെ ഒന്ന് നോക്കണം. നമ്മൾ വരയ്ക്കുന്ന എവിടെയെങ്കിലും
മറ്റേ മേലോട്ട് കയറി വരുന്നുണ്ടോ അല്ലെങ്കിൽ ഇത് വരുന്നുണ്ടോ എന്ന്. കാരണം നമ്മൾ മെഷർമെൻ്റ് എടുത്തിട്ടൊന്നുമല്ല വരയ്ക്കണത്. നമ്മളൊരു സർക്കിൾ വരച്ച് അതിൻ്റെ ഉള്ളിൽ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുകയാണ്. സോ അതിൽ ചെറിയ പോരായ്മകൾ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് നോക്കി കഴിയുമ്പോൾ നമുക്ക് ഐഡിയ കിട്ടും എത്രത്തോളം ഗ്യാപ്പ് ഉണ്ട്, അല്ലെങ്കിൽ അത് ഡാർക്ക് ചെയ്യുമ്പോൾ ഇപ്പുറത്ത് എങ്ങനെയായിരിക്കും എന്നൊക്കെ ശരിക്കും നോക്കണ്ടല്ലോ ഒന്ന്. എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ചിലർ സ്പീഡായിട്ടൊക്കെ ചെയ്തു പോകും. പക്ഷെ എന്തായാലും നമ്മൾ സെൽഫ് മോണിറ്ററിങ് നടത്തണം. അത് നടത്തുമ്പോഴാണ് നമുക്ക് ശരിക്കും ആ ഒരു നമ്മൾ തന്നെ ഒരു നമ്മുടെ പിക്ചറിനെ വിലയിരുത്തണം. നല്ലതാണോ നല്ലതെന്നല്ല ഞാൻ പറഞ്ഞത്. നമ്മളെ പിക്ചറിനെ നോക്കിയിട്ട് അത്യാവശ്യം കുഴപ്പമില്ല എന്നുള്ള ആ ഒരു മൈൻഡിൽ വരണം. ഒരാൾ കണ്ടുകയും പറയണം ഇത് കുഴപ്പമില്ല എന്നുള്ള, എന്താ പറയുക, കുഴപ്പമില്ല, ഇത് നന്നായിട്ടുണ്ട് എന്ന് അറിയിക്കണം. അപ്പോൾ അതിന് വേണ്ടത് നമ്മൾ നല്ലോണം പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അടുത്ത പ്രാവശ്യം നമ്മൾ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് പലതരം മൂക്കുകൾ വരയ്ക്കാൻ കേട്ടോ. ഓക്കെ. ഹലോ ഫ്രണ്ട്സ്, ഇന്നിപ്പം നമ്മൾ കണ്ണിൻ്റെ കുറച്ച് ഇതാണ് വരച്ചത്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഒരു കമൻ്റ് ഇടുക, പിന്നെ പുതിയതായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ആൻഡ് ടേക്ക് കെയർ till we meet next time.